ഹലോ. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപാടെ കുളിയും കഴിഞ്ഞ് നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. സംഭവം വേറെ അടിയല്ല, ഇന്ന് മഹാനവമീൻ്റെ പൂജയുണ്ട്. അച്ഛൻ്റെ തറവാട്ടിലാണ്. സ്ഥലം വരുന്നത് കൂത്തുപറമ്പ് നയന റോഡാണ്. അവിടെ എൻ്റെ അച്ഛൻ്റെ തറവാടുണ്ട്. മലാൽ പനക്കാട് ദേവീക്ഷേത്രമാണ്. അതാണ് അച്ഛൻ്റെ തറവാട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഫുഡും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപാട് തന്നെ പോകുന്ന പരിപാടി. ഓൾറെഡി എഴുന്നേക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്, 8 മണിയോളം ആയിട്ടുണ്ട്. അപ്പോഴും തന്നെ പോകുന്നുണ്ട്. സംഭവം ഫുഡൊന്നും വെക്കണ്ട, എല്ലാം അവിടെ എത്തിയിട്ട് തന്നെ കഴിക്കൽ. അതൊരു സ്ഥിരം പരിപാടിയാണ്. അവിടെ പോകുന്ന ദിവസം രാവിലെ എണീറ്റാൽ പോകുക എന്നല്ലാണ്ട് അടുക്കള കയറലും വെക്കലും പിടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവുക. 9 മണിയാകുമ്പോഴേക്കും പൂജയും തുടങ്ങും. അപ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കൾ അച്ഛനും കൂടി മുറ്റത്ത് ഇറങ്ങി നിന്നിട്ടുണ്ട്, എന്നെ കത്തിക്കുക. കാരണം മറ്റൊന്നല്ല, ഇത് ഇറങ്ങാൻ നോക്കുമ്പോൾ എല്ലാം നോക്കണം. ഗ്യാസ് ഓഫാക്കിയോ ലൈറ്റ് ഓഫാക്കിയോ എന്തെങ്കിലും ഓണാക്കി വെച്ചിട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇറങ്ങണ്ടേ അല്ലേ. അങ്ങനെ ഞങ്ങളിതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെ തറവാട്. അതായത് ഞാൻ ജനിച്ചു നടന്ന എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ആയിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ തറവാട്. തറവാട്ടിലെ മുറ്റത്തുനിന്ന് നേരെ ഒരു നടവഴിയുണ്ട്. ആ നടവഴിയിലേക്ക് കൂടി കയറിയാൽ കാണുന്നതാണ് ക്ഷേത്രം, ഞങ്ങളെ തറവാട്ട് ക്ഷേത്രം. ഇതൊക്കെയാണ് ഞാൻ കളിച്ച് നടന്ന എൻ്റെ എന്താ പറയുക ചെറുപ്പകാലത്തെ ഓർമ്മകളിലുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇതൊരു തോടാണ്. ഈ തോട്ടിലൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും. ഒത്തിരി മീനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മീൻ പിടിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടി. അങ്ങനെ ഇതാണ് ക്ഷേത്രം. അതാണ് വീട്. ഇതാണ് ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് എല്ലാവരും വന്ന കണ്ടപ്പോഴുള്ള സന്തോഷം. ആളവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കളിക്കാനൊന്നും ആളില്ലാത്തതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും കണ്ടപ്പോൾ പാർവതിയൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ചെറുക്കുനിയിൽ മോട്ടോർ തൊഴിലാളികൾ എല്ലാ കൊല്ലം സ്ഥിരമായി നടത്തുന്ന അവരുടെ നവമി ആഘോഷത്തിൻ്റെ പരിപാടികളാണ്. എല്ലാതരം കുട്ടികളും എല്ലാവരും പരിപാടീസും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞാൻ പോയപ്പം കണ്ട ഒരു കുഞ്ഞു മോളുടെ ഡാൻസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഏതായാലും ആ വീഡിയോ എടുത്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് ആ ചുറ്റുവട്ടത്തിലുള്ള ഏതോ മോളാണ്, ആരാണെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.